നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. നമ്മുടെ സുഗതൻ്റെ യോഗ്യനാക്കപ്പെടലിൻ്റെ അലയലുകൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അവധി അപേക്ഷ. അതെ, അവധി അപേക്ഷ. സി പി എംകാർ പറയുന്നത് ഇത് BJPയും UDFും ചേർന്നുള്ള കളിയാണെന്ന്. UDFുകാർ പറയുന്നത് ഇത് BJPയും CPM തമ്മിലുള്ള കളിയാണെന്ന്. BJP വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. UDFും CPMും ഇന്ത്യ സഖ്യമായിട്ട് കണ്ണടച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ തവണ ശ്രീകുമാർ എന്നൊരു കൗൺസിലർ വോട്ട് ചെയ്തതേ ഇല്ല, ഈ യോഗത്തിലെ പങ്കെടുത്തില്ല. അപ്പോൾ എവിടെയാണ് തെറ്റ്? അപ്പോൾ പരസ്പരം ചെളിവാരി എറിയുകയാണ് ഇന്ത്യ മുന്നണികൾ. പക്ഷേ ഇത് ഒരു വകുപ്പ് തല നീക്കങ്ങളിലേക്കൊക്കെ വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തല ആദ്യം പ്രഖ്യാപിച്ചത് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി അണ്ടർ സെക്രട്ടറി നൽകിയ അതേ പകർപ്പ് അതേ കോപ്പി ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടാണ് തദ്ദേശ വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി അവർ ആ കത്ത് തയ്യാറാക്കിയതും ആഭ്യന്തര വകുപ്പിന് കൈമാറിയതും. അത് ആഭ്യന്തര വകുപ്പിന് അംഗീകരിക്കില്ലാതെ തന്നെ തള്ളാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് മന്ത്രിതലത്തിൽ തീരുമാനം വേണം. മന്ത്രി അറിഞ്ഞോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, സുഗതൻ്റെ വിഷയമല്ല. സുഗതന് ഇതൊക്കെ അന്വേഷിക്കാൻ പറ്റും. മന്ത്രി അറിഞ്ഞോ, എൻ്റെ കാര്യം മന്ത്രി നോക്കിയോ, എൻ്റെ ഫയൽ മന്ത്രി നോക്കിയോ? അത് സ്വാഭാവികമായിട്ടും അത് തിരിച്ച് തദ്ദേശ വകുപ്പിലേക്ക് തന്നെ പോയി നഗരസഭയിൽ, തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയുടെ കയ്യിലെത്തി. നഗരസഭ ഭരിക്കുന്ന തദ്ദേശ സെക്രട്ടറി ആരാണ്? നഗരസഭയുടെ സെക്രട്ടറി തദ്ദേശ വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെയാണ്, അല്ലേ? തദ്ദേശ വകുപ്പിൻ്റെ സെക്രട്ടറിമാരാണ് നഗരസഭാ സെക്രട്ടറിമാർ. അവിടെയും സർക്കാരിന് പിഴച്ചു എന്നും പറയാനില്ല, ഉചിതമായി. ഇതിനകത്ത് സംഭവിച്ചത് ഇത് വെറുതെ രാഷ്ട്രീയ വിവാദമാക്കുകയാണ്. ഇതിനകത്ത് പിഴച്ചതൊന്നുമല്ല, ഇത് നിയമം നടപ്പാക്കി എന്നുള്ളതാണ്. അതായത് സുഗതൻ്റെ അപേക്ഷ വരുന്നു, ആ അപേക്ഷ അതായത് പരോള് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അപേക്ഷ വരുന്നു. അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പ് അത് മടക്കിയപ്പോൾ സുഗതൻ, ക്ഷമിക്കണം, ഞാൻ സുഗതൻ എന്നല്ലേ പറഞ്ഞത് തുടക്കത്തിൽ, സുഗതൻ്റെ അപേക്ഷ വരുന്നു, അപേക്ഷ മടക്കുന്നു. അപ്പോൾ സുഗതൻ തിരിച്ച് എന്നാൽ എനിക്ക് അവധിക്ക് അപേക്ഷിക്കാനുള്ള ഇത് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് കത്ത് കൊടുക്കുന്നു. ഈ ഫയൽ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജിയാണ്. ഷാജിക്ക് ഇതിൻ്റെ രാഷ്ട്രീയ അപകടം അറിയാം. ഷാജി പരിണിതപ്രജ്ഞനായ മന്ത്രിയാണ്, MLA ആണ്, മുമ്പ് MLA ആയിരുന്നു, പരിചയമുണ്ട്. ഷാജിക്ക് അത്യാവശ്യം നിയമമൊക്കെ അറിയാം. അപ്പോൾ ഷാജി എന്ത് ചെയ്തു? മന്ത്രി എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ഒരു ആനുകൂല്യവും അനുവദിക്കരുത് എന്ന ഒരു രാഷ്ട്രീയ നോട്ടാണ് അവിടെ എഴുതി വെച്ചത്. എന്നാൽ മന്ത്രിക്ക് അവിടെ ഒരു വിവേചനാധികാരമുണ്ട്, മന്ത്രി അത് പ്രയോഗിച്ചു. പക്ഷേ നിയമം അതിനുമൊക്കെ മുകളിലാണ്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയാണ് ചിത്ര P. അരുണിമ. അവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വഴി പാസ്സായി വന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അവരെന്ത് ചെയ്തു? നിയമം ഉപദേശം തേടി. എന്താണ് നിയമം പറയുന്നത് ഈ വിഷയത്തിൽ? അവർക്ക് ഉപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ അവധി അപേക്ഷ അംഗീകരിക്കാം. എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൗൺസിലിൽ ഭൂരിപക്ഷം വേണം. കൗൺസിലിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവധി അപേക്ഷ മേയർക്ക് അംഗീകരിക്കാം. ജനപ്രതിനിധി നിയമവും തദ്ദേശ അത് രാജേഷ് ആ നിയമം അവിടെ കൗൺസിലിൽ പറയുകയും ചെയ്തു. 91K എന്ന് പറയുന്ന നിയമം ഉദ്ധരിക്കുകയും ചെയ്തു. ശബരിനാഥ് ചോദിച്ചു, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ? മുനിസിപ്പാലിറ്റി ആക്ടിൽ അങ്ങനെ ഒരു നിയമമില്ല. മുനിസിപ്പാലിറ്റി ആക്ടിൽ ഉള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജേഷ് ഈ നടപടി. ഇല്ലെങ്കിൽ ഈ കൗൺസിലിനെ ഗവൺമെൻറ്റിന് പിരിച്ചുവിടാം, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാം, അല്ലേ? അങ്ങനെ ഒന്നും എടുത്തില്ലല്ലോ. അങ്ങനെ എന്തുകൊണ്ട് സർക്കാർ അത് എടുക്കുന്നില്ല? ആ ചോദ്യം ഇവിടെ പ്രസക്തമല്ലേ? അപ്പോൾ സർക്കാരിനറിയാം, സർക്കാരിലെ നിയമ വിദഗ്ധർക്കറിയാം ഇതിനകത്ത് അന്യായമായ യാതൊന്നും നടന്നിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ മന്ത്രി എഴുതിയ നോട്ടിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമോ? ഒരു നോട്ട് എഴുതുമോ? മന്ത്രി ഇതിൽ ഒരു ആനുകൂല്യവും കൊടുക്കരുത്, നൽകരുത് എന്ന് എഴുതിയ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ BJP ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട്, UDF പറയുന്നത് BJP ഉദ്യോഗസ്ഥ LDF കൂട്ടുകെട്ട്, LDF പറയുന്നത് BJP UDF ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട്. ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോയി. ഈ ഉദ്യോഗസ്ഥയ്ക്ക് കൃത്യമായി വെളിപാടുള്ളത് കൊണ്ട്, തലയ്ക്ക് വെളിവുള്ളത് കൊണ്ട് അവർ നിയമോപദേശം തേടി
കൃത്യമായി അതാണ് ഒരു അൺഒഫീഷ്യൽ നോട്ടിൻ്റെ ബലത്തിൽ ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് ഇവരൊക്കെ ആരോപിക്കുന്നത്. ഈ അൺഒഫീഷ്യൽ നോട്ട് എവിടെ നിന്ന് വന്നു, ആര് കൊടുത്തു, എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അങ്ങനെ അൺഒഫീഷ്യൽ നോട്ടിൻ്റെ മാത്രം ബലത്തിൽ ഒരു അണ്ടർ സെക്രട്ടറി എന്തെങ്കിലും ചെയ്യുമോ? ഇപ്പോൾ അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ത് അന്വേഷണം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് തദ്ദേശ സ്വയംഭരണ മന്ത്രി തന്നെ ഇത് വിശദമാക്കേണ്ടതാണ്. ഇവർ വളരെ കൃത്യമായിട്ട് അവർക്ക് നിയമോപദേശം കിട്ടാതെ അവരിത് ചെയ്യുമോ? ഒരു ഉദ്യോഗസ്ഥ, അതും അണ്ടർ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം, ഒരു നടപടിക്രമത്തെക്കുറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നോട്ട് എഴുതുമോ? അങ്ങനെ എഴുതാൻ സാധിക്കുമോ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത്? അപ്പം ഇതൊക്കെ ബാലിശമായ ആക്ഷേപങ്ങളിങ്ങനെ ഉന്നയിച്ചുകൊണ്ട്, വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെറുതെ ഈ ചെളിവാരി എറിയുകയാണ് LDFും UDFും. BJP വളരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി അവരതിനകത്തുള്ള ലൂപ്പ് ഹോൾ കണ്ടെത്തി ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ നമുക്ക് നിയമം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അനുകൂലമാക്കി തീർക്കാം, നിയമവിധേയമാക്കാം എന്നാണ് അവർ ചിന്തിച്ചത്. അതിനകത്ത് ഉള്ള ഇത് കണ്ടെത്തി, അല്ലെങ്കിൽ ഇത് നിയമം നിർമ്മിക്കുമ്പോഴേ ചെയ്യണമായിരുന്നു. കുറുക്ക് വഴിയൊന്നും പോയില്ല. അത് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഒട്ടാകെയുള്ള നിയമമല്ലേ. അതെ, ഇങ്ങനെ ഒരു തദ്ദേശ നിയമം രാജ്യത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇതൊക്കെ പാസ്സാക്കുന്നത്. അതിനുശേഷം സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിൽ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനകത്ത് അവർ നിയമത്തിൻ്റെ മാർഗം സ്വീകരിച്ചു. അവിടെ കൃത്യമായിട്ട് അണ്ടർ സെക്രട്ടറി നോട്ട് കൊടുത്തു. ഈ കൗൺസിലിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവധി അപേക്ഷ അംഗീകരിക്കാം. അങ്ങനെ അത് ആഭ്യന്തര വകുപ്പ് വന്നു. ആഭ്യന്തര വകുപ്പ് സർക്കുലർ ഇങ്ങോട്ട് കൊടുത്തു. അവർക്കൊക്കെ അവരുടെ ജോലി ചെയ്യാനേ പറ്റുള്ളൂ. ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കയറിയിരുന്ന് വകുപ്പും ചട്ടവും മറികടന്നുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഏത് ഉദ്യോഗസ്ഥനും ഇപ്പം നമുക്ക് ഒരാൾ വരുന്നു, പിന്നെ ഒരു സഹായവും ചോദിച്ചു വരുന്നു ഗവൺമെൻറ്റിൻ്റെ. പക്ഷെ ആ സഹായം പണ്ടതാണ് പറഞ്ഞത്, ഒരു കാസർഗോഡ് ഒരു പ്രളയമോ എന്തോ ഈ നമ്മുടെ ഈ പറയുന്ന പോലെ പ്രകൃതി ദുരന്തം ഉണ്ടായി. അതിലൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മരിച്ചുപോയി, 2 കുട്ടികൾ അനാഥരായി. അപ്പോൾ അന്ന് അവിടെ സന്ദർശിക്കാൻ എത്തിയത് മുഖ്യമന്ത്രി K. കരുണാകരനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ഉദ്യോഗസ്ഥർ ചോദിച്ചു, പത്രപ്രവർത്തകർ, അവിടുത്തെ അന്ന് പത്രങ്ങളേ ഉള്ളൂ, അന്ന് ചാനലുകളൊന്നുമില്ല. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ കുട്ടികളുടെ കാര്യം എന്താണ്, ഇവരെ ആര് സംരക്ഷിക്കും, ഇവർക്ക് അടുത്ത ബന്ധുക്കളൊന്നുമില്ല. അപ്പോൾ K. കരുണാകരൻ പറഞ്ഞു, അവരെ സർക്കാർ സംരക്ഷിക്കും, അവരെ സർക്കാർ ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ ഈ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറി ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ അതിന് വകുപ്പില്ല, നമ്മൾ എന്ത് പറഞ്ഞ് ഈ കുട്ടികളെ ഏറ്റെടുക്കുക? ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അങ്ങനെയാണ്, വകുപ്പും ചട്ടവും അനുസരിച്ചാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ വകുപ്പും ചട്ടവും അനുസരിച്ച് മുന്നോട്ട് പോകാനേ ഉദ്യോഗസ്ഥർക്ക് കഴിക്കുള്ളൂ. നിയമം നിർമ്മിക്കുന്നത് നിയമസഭയിലാണ്, ആ നിയമം നടപ്പാക്കുന്നത് ബ്യൂറോക്രാറ്റ്സാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ്. അത് അവരുടെ ജോലിയാണ്. അപ്പോൾ അതിനകത്ത് നിയമം ആൾറെഡി നിർമ്മിക്കപ്പെട്ട ഒരു കാര്യത്തിൽ അവരത് അനുസരിച്ച് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ, ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്, പാർലമെൻ്റ് എന്ന് പറയുന്നത് ആ നിയമം നിർമ്മിച്ചു കൊടുക്കണം. അപ്പം അന്ന് K. കരുണാകരൻ്റെ മറുപടി ഇതായിരുന്നു, നിയമം ഇല്ലെങ്കിൽ നിയമം നിർമ്മിക്കണം, അത് ഞങ്ങൾ നിർമ്മിച്ചു കൊള്ളാം, നിങ്ങളത് നടപ്പാക്കിയാൽ മതി. അദ്ദേഹം അത് ആദ്യം ഓർഡിനൻസ് കൊണ്ടുവന്നു, പിന്നെ അതിനനുസരിച്ച് ഇത് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇങ്ങനെ അനാഥരാകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടായത്. അങ്ങനെയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി വകുപ്പ് തന്നെ ഉണ്ടായത്. അങ്ങനെയാണ്. അത് സാക്ഷാൽ ലീഡറുടെ K. കരുണാകരൻ്റെ മിടുക്കാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണത്. അവിടെ അദ്ദേഹത്തിന് ഒട്ടും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല എന്താണ്, തൻ്റെ ജോലി എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ആയിരിക്കണം, തൻ്റെ ജോലി എന്താണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാം. ഇപ്പോഴത്തെ ഈ UDF സർക്കാരിലെ ഈ കോൺഗ്രസ് മന്ത്രിമാരായാലും ലീഗ് മന്ത്രിമാരായാലും ഈ പുത്തനച്ചിമാർ പുരപ്പുറം ഇപ്പോഴും തൂത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണം പറഞ്ഞാൽ അനാവശ്യമായ വകുപ്പ് തല നടപടികൾ ഇടപെടുക, മന്ത്രിമാർക്ക്, അതായത് എനിക്കെതിരെ അഴിമതി ആരോപണം വരരുത്, അല്ലെങ്കിൽ 10 കൊല്ലം ഞങ്ങളുടെ കോൺഗ്രസ്സുകാർ, ഞങ്ങളുടെ അണികൾ, ഉദ്യോഗസ്ഥർ അവരൊക്കെ ഒന്നും കിട്ടാതിരിക്കുകയായിരുന്നു. അതായത് 10 കൊല്ലം ആഹാരം കിട്ടാതെ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് പട്ടിണിക്കോലങ്ങളെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ പട്ടിണിക്കോലങ്ങൾക്ക് ഇനി ഭക്ഷണം കൊടുക്കണം. ഈ വിശന്ന് വലഞ്ഞവർക്ക് 4-5 നേരം ഭക്ഷണം കൊടുത്ത് അവരെ
കൊഴുത്ത് വണ്ണം വയ്പ്പിക്കണം. അതെ. അതിനുവേണ്ടി മന്ത്രിമാരൊക്കെ ചട്ടം ലംഘിച്ചും ഒക്കെ അനാവശ്യമായി ഫയലുകൾ ഇടപെടുന്നു. ഇപ്പൊ നോക്കിക്കോ, ഓണം വരട്ടെ, ഈ ഓണക്കാലത്തുള്ള ഓരോരോ പ്രഖ്യാപനങ്ങളും നമുക്കത് മനസ്സിലാവും. ഒരു പ്രളയം വന്നപ്പോൾ കൈ നിന്നില്ലല്ലോ. ഇപ്പോഴൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ അരമണിക്കൂർ കൊണ്ട് റാന്നിയിൽ വെള്ളം കയറിയപ്പോൾ കൈ നിന്നില്ലല്ലോ. കയ്യിൽ നിന്നില്ല. അതെ, അല്ല ഇതിനകത്ത് ഭരണപരിചയ കുറവുണ്ട്. അല്ല, ഭരണപരിചയ കുറവ് മാത്രമല്ല രാജേഷ്, ഇതിനകത്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമുണ്ട്. എന്താന്ന് വെച്ചാൽ BJPയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്, BJPയെ താറടിക്കുന്നത്, BJPയെ അകറ്റി നിർത്തുന്നത് ആര്? അത് LDF ആണോ UDF ആണോ? മത്സരം അവിടെയാണ്, ജനങ്ങളെ കാര്യം നോക്കാനല്ല. അത് ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ കാര്യം നോക്കാനായിരുന്നെങ്കിൽ റാന്നിയിൽ അരമണിക്കൂർ കൊണ്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകില്ലായിരുന്നു. ഇത്രയും സംവിധാനങ്ങളുണ്ട്. അടുത്ത് പുതിയ പാലം നിർമ്മിച്ചു, നിർമ്മിച്ചു. ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഉള്ള ഡാമുകൾ മുഴുവനും മണൽ നിറഞ്ഞ് കിടക്കുകയാണ്. അതൊന്ന് കോരി വൃത്തിയാക്കാനുള്ള ഒരു എന്താ പറയാ, അതിനുള്ള ഒരു ഇച്ഛാശക്തി ഈ ഗവൺമെന്റും കാണിക്കുന്നില്ല. ഈ ഡാം ഡീസിൽറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണ് വരുന്ന ആ ഒരു പട്ടയം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് എനിക്ക് പ്രേമേന്ദ്രൻ മന്ത്രി ആയിരുന്നപ്പോഴാണ്. അദ്ദേഹമാണ് ഇതിൽ ഈ ഫയൽ പഠിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫയൽ പഠിച്ച് വരുന്ന മന്ത്രിമാർ. പ്രേമചന്ദ്രൻ ഫയൽ പഠിച്ച് പാർലമെന്റിലായാലും നിയമസഭയിലായാലും പറയുന്നത് പോലെ പരനാറി എന്ന് വിളിച്ചതിന്റെ ഗുണം കണ്ടോ? പരനാറി എന്ന് വിളിച്ചു. കാരണം അത്ര അസൂയമൂത്താണ് വിളിച്ചത്. അസൂയമൂത്താണ് വിളിച്ചത്. എവിടെ ചെന്നാലും ഇപ്പൊ എന്തായി, ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, ആരാണിപ്പം പരനാറിയായി മാറിയിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇതാണ്, BJPയെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ആര്? BJP നഗരസഭാ ഭരണം പിടിച്ചപ്പോൾ LDFനും UDFനും ഒന്നും ചെയ്യാൻ അല്ല, നഗരസഭ പോയിട്ടൊരു പഞ്ചായത്തിൽ പോലും BJP ജയിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇതേ വീര്യം 3 BJP MLA അവരോട് കാണിക്കുന്നല്ലോ നിയമസഭയിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ ഒരു നിരിപ്പുണ്ട്. അല്ല, അത് മുഖ്യമന്ത്രി അടക്കം ചവിട്ടി കിണ്ടും. അല്ല, ഇപ്പൊ LDF പറയുന്നെന്ന് വെച്ചാൽ 3 MLA ചേർന്ന് കേരളം ഭരിക്കുന്നു എന്നുള്ള. അല്ല, ഇങ്ങനെ അതാണ് ഈ LDFനും UDFനും ഈ പറഞ്ഞ BJPയെ മുന്നിൽ ചാത്തന്നൂരും കഴക്കൂട്ടവും നിയമവുമാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അതായത് BJPയെ മുന്നിൽ നിർത്തി ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഈ പറയുന്നത് പോലെ ഇതിനകത്ത് നിയമം എന്താണ്? സുഗതൻ്റെ ആപ്ലിക്കേഷൻ വന്നു, നിയമപരമായിട്ട് സുഗതന് അതിന് അനുമതി കൊടുക്കേണ്ടതാണ്. മന്ത്രി അനുമതി കൊടുത്താൽ എന്ത് സംഭവിക്കും? മന്ത്രിക്ക് പറയാമല്ലോ. ശരി, ഒരു കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അയോഗ്യനാക്കാം. ഇതിപ്പോ കാപ്പ കേസിൽ കരുതൽ തടങ്കലിലാണ്, വിചാരണയൊന്നും കഴിഞ്ഞിട്ടില്ല, ശിക്ഷ വിധിച്ചിട്ടില്ല, കരുതൽ തടങ്കലാണ്. അതെ, അത് ജനപ്രതിനിധികൾ, നമ്മുടെ നിയമസഭയായാലും പാർലമെന്റ് ആയാലും ഒരു തദ്ദേശ സ്ഥാപനമായാലും അവിടുത്തെ ജനപ്രതിനിധികളല്ലേ വോട്ടിട്ട് തീരുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ജനദ്രോഹകരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഈ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ അവരെ അത്രത്തോളം അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 10 വർഷത്തെ ഭരണം എങ്ങനെയും തൂത്തെറിയണമെന്ന് പറഞ്ഞ് ജനം 105 സീറ്റിൽ അവരെ തോൽപ്പിച്ചത്. 105 സീറ്റിലാണ് അവരെ തോൽപ്പിച്ചത്. വെറും 26 സീറ്റിലാണ് CPIM ജയിച്ചത്. എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ്. ഈ ജനവികാരം തങ്ങൾക്ക് ഇത്രയും എതിരായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അവരുടെ വിചാരം ഈ 5 കൊല്ലം കഴിയുമ്പം തിരിച്ചു പിടിക്കാം. UDF സർക്കാരിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് ജനം തിരിച്ചു പറയും. അല്ല, UDF സർക്കാരിനെ ജനം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിനകത്ത് നമ്മൾ ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ട. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തെ നിയമം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ നിയമത്തെ അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നല്ല ഉദാഹരണമാണ് ഈ സംഭവം. എന്തായാലും ഇവിടെ ഈ പറഞ്ഞതുപോലെ അണ്ടർ സെക്രട്ടറിയെ ഇപ്പോൾ അങ്ങ് മൂക്കെ കയറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നടക്കുമോ? ഇതെല്ലാം ഇവിടെ ഒരു നിയമവാഴ്ചയുണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ട് അവരെ വേട്ടയാടാം. ഉദ്യോഗസ്ഥതല പീഡനം, ഉദ്യോഗസ്ഥതലത്തിൽ പീഡനം. പക്ഷേ കരുത്തുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ആദ്യം നോക്കുന്ന അവരുടെ രാഷ്ട്രീയം ഏതെന്നാണോ? അവരിപ്പോൾ അസോസിയേഷനിലാണോ, യൂണിയനിലാണോ? ഈ KSകാർക്ക് ഇനി അസോസിയേഷൻ സംഘടന ഉണ്ടോ? അവർക്ക് അവർ ഏത് ഭാഗത്താണ്? കാരണം ഇടതിലാണോ വലതിലാണോ? അങ്ങനെ നോക്കിയിട്ടാക്കും ഇനിയുള്ള
വേർതിരിവ് തരംതിരിവ്. കാരണം കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം വരെ അല്ല, അത് ചെയ്യാവുന്നത് അവരെ ട്രാൻസ്ഫർ ചെയ്യാം. അവരെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലായതുകൊണ്ട് അത് പറ്റത്തില്ല. അവർക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, പോസ്റ്റിംഗ് ഇല്ല. പിന്നെ പക്ഷേ സെക്രട്ടേറിയറ്റിന് ഉള്ളിലിട്ട് അവരെ പീഡിപ്പിക്കാം. ഉദ്യോഗസ്ഥ തലത്തിൽ അവർക്ക് താങ്കൾ പറഞ്ഞതുപോലെ പീഡനം നേരിടേണ്ടി വരാം. എന്തായാലും ഇനി അവർ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ സർക്കാർ നടപടി സ്വീകരിക്കട്ടെ. നമുക്കിതിനകത്ത് നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അവരെ ചിത്ര പി അരുണിമ എന്ന അണ്ടർ സെക്രട്ടറി വഴിവിട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ ഉത്തരവ് പാലിച്ചില്ല എന്നുള്ളതൊരു വിഷയമല്ല. മന്ത്രി തെറ്റു പറഞ്ഞാൽ അത് പാലിക്കാതിരിക്കാനുള്ള, അതിനെ എതിർത്ത് നിൽക്കാനുള്ള തൻ്റെ ഇടം ഉദ്യോഗസ്ഥർക്കുണ്ടാകണം. ഉദ്യോഗസ്ഥർ നിയമമാണ് അനുസരിക്കുന്നത്. മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രി പുങ്കവനാണ്. മന്ത്രി പുങ്കവന്റെ ശിങ്കിടികളാണ് അദ്ദേഹത്തെ നേർവഴി നയിക്കേണ്ടത്. മന്ത്രി പുങ്കവൻ നടന്നു പോകുമ്പോൾ വഴി കുഴിയുണ്ടെങ്കിൽ ശിങ്കിടികൾ പറയണം, അല്ലയോ അല്ല മന്ത്രി കുഴിയുണ്ട്, കാഴ്ചയില്ലേ? അല്ല, മന്ത്രി കാണണ്ടേ? മന്ത്രി ചിലപ്പോ കാണില്ല. മന്ത്രി പ്രജകളെ നോക്കി നിൽക്കുകയായിരിക്കും. രാജാവും മന്ത്രിയും പ്രജകളെ നോക്കി നടക്കുമ്പോൾ അപ്പോൾ അതാണ് ഈ വകുപ്പ് സെക്രട്ടറിമാർ അണ്ടർ സെക്രട്ടറിമാരൊക്കെ മാനത്ത് കണ്ണിയായി നടന്നാൽ അതിന്റെ ഫലവും മന്ത്രി തന്നെ അനുഭവിക്കും. മന്ത്രിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ, പിഴവ് പറ്റിയാൽ നിയമപ്രകാരം തിരുത്തേണ്ടത് അല്ലെങ്കിൽ കൊടുങ്ങുന്നവരാണ്, മന്ത്രിയല്ല ഉദ്യോഗസ്ഥരാണ്. എന്തായാലും ഈ വെളിച്ചപ്പാട് ആര് വന്നാലും കോഴിക്ക് കിടക്കപ്രതിയില്ലെന്ന് ഇട്ടിട്ടില്ലേ? അത് തന്നെയാണ് നമ്മുടെ ഈ IAS-കാരുടെയും KS-കാരുടെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു സംശയവുമില്ല. അത് ഏത് മന്ത്രിസഭ വന്നാലും, ഇനിയിപ്പോ BJP-യുടെ സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥര് അവർ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി വകുപ്പും ചട്ടങ്ങളും അനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അതിൽ പിഴവുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം, അവരെ ശിക്ഷിക്കാം. അതിനല്ലാതെ മന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പാലിച്ചില്ല, മന്ത്രിയുടെ ഇഷ്ടങ്ങളനുസരിച്ച് പ്രവർത്തിച്ചില്ല, മന്ത്രിയുടെ അനിഷ്ടം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. അതിന് വകുപ്പില്ല. അതിനാരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് വലിയ തിരിച്ചടി നിയമ വകുപ്പുകളിൽ നിന്ന് തന്നെ, അതായത് കോടതികളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് കിട്ടും എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ഷാജി ആയാലും കൊള്ളാം, രമേശ് ചെന്നിത്തല ആയാലും കൊള്ളാം, ആരാണെങ്കിലും, പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ശരി, വകുപ്പും ചട്ടങ്ങളും അനുസരിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി അത് കിട്ടേണ്ടിടത്തുനിന്ന് മന്ത്രിക്കാണെങ്കിലും ഏത് തന്ത്രിക്കാണെങ്കിലും കിട്ടും.